നമസ്കാരം, വണ്ടി ചർച്ചയിലേക്ക് സ്വാഗതം. PM ശ്രീ ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം കണ്ടിരുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ ഇറങ്ങി പോകുമ്പോൾ PM ശ്രീയുടെ ഇതിൽ ഒപ്പിട്ടിട്ടാണ് പോയിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്കിനി പിന്മാറാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ PM ശ്രീ എടുത്ത് അറബിക്കടലിലേക്ക് കളയുമെന്നാണ്. സോഷ്യൽ മീഡിയ ഇതിനെ ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ ടേൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ വണ്ടി ചർച്ച ചെയ്യുന്നതെന്ന് അറിയാനാണ് ഇന്നത്തെ ചോദ്യം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു റൈറ്റാണ്. അത് ഈ കേന്ദ്ര സർക്കാരിനായാലും സംസ്ഥാന സർക്കാരിനായാലും അവരുടെ അഡ്വർടൈസ്മെൻറ്റ് നടത്താനുള്ള ഒരു രീതിയല്ല. ഇപ്പോൾ VD സതീശൻ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഭരിക്കുന്ന സർക്കാർ ടേൺ നടത്തിയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒബ്വിയസ്ലി അതിൽ സംശയമൊന്നുമില്ല. അവരുടെ നിലപാടിൽ നിന്ന് കംപ്ലീറ്റ്ലി വ്യതിചലിച്ചു. അതിലെനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും PM ശ്രീ അവിടെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. PM ശ്രീ അഡാപ്റ്റ് ചെയ്യാത്ത ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളും തമിഴ്നാടും കേരളയും മാത്രമാണ് ഉണ്ടായിരുന്നത്. വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ BJP അധികാരത്തിൽ വന്നു. ഉടനെ തന്നെ അവരെന്തായാലും PM ശ്രീ അഡാപ്റ്റ് ചെയ്യും. ഇനി കേരളവും തമിഴ്നാടും മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ തമിഴ്നാട് അതിൽ ലീഗൽ ബാറ്റിൽ പോരാടി തുടങ്ങി. ഇനി ഈ ഒരു വിഷയം നമ്മൾ എടുക്കുകയാണെങ്കിൽ PM ശ്രീ എന്നുള്ള വിഷയം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിട്ട് രാഹുൽ ഗാന്ധി PM ശ്രീക്കെതിരെ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ഉത്തരം എന്ന് പറയുന്നത് PM ശ്രീക്കെതിരെ ഇതുവരെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള എതിർപ്പ് പോലും അദ്ദേഹം എവിടെയും അറിയിച്ചിട്ടില്ല. ഇതാണ് അവരുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. സോ ആസ് സമ്മൺസ്ഡ്, ആരോ പറഞ്ഞതുപോലെ BJPക്ക് ആയിരക്കണക്കിന് ന്യൂനതകൾ ഉണ്ടാക്കാം, ആയിരക്കണക്കിന് കുറവുകളുണ്ടാവാം. പക്ഷേ കോൺഗ്രസിന് പറയാൻ ഒരു ബെനിഫിറ്റ് പോലും, ഒരു ഗുണം പോലും ഇല്ല. അങ്ങനത്തെ ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേന്ദ്ര സർക്കാർ, കേന്ദ്രത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ മോശമായൊരു പ്രതിപക്ഷമാണ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു പ്രതിപക്ഷത്തെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അല്ലേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിതിനെ എതിർക്കണത്? എതിർക്കപ്പെടേണ്ട ഒരു കാര്യം ഈ PM ശ്രീയിൽ ഉണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു വലിയ ചോദ്യം. അവർ ടേൺ അടിച്ചോ? ആദ്യത്തെ സർക്കാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കിയത് അതിൽ ചെറിയൊരു ന്യായമുണ്ട്. കാരണം SSA ഫണ്ട് തടഞ്ഞു വെക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അത് റിലീസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് PM ശ്രീയിൽ സൈൻ ചെയ്തു. അങ്ങനെ തടഞ്ഞു വെക്കാൻ പാടില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അർഹതപ്പെട്ട ഒരു ഫണ്ടും മറ്റൊരു കരാറിൽ നമ്മൾ സൈൻ ചെയ്താലേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെക്കുന്നതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പുണ്ട്. അത്തരത്തിലൊരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ അതേ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ തമിഴ്നാട്ടിൽ സംഭവിച്ചത്. തമിഴ്നാട്ടിലെ സർക്കാർ എന്ത് ചെയ്തു? അവർ ലീഗലായിട്ട് അതിനെ മൂവ് ചെയ്തു, ലീഗലായിട്ട് അതിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരവരുടേതായിട്ടുള്ള സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ സർക്കാർ അതിന് പകരം അതിൽ ഒപ്പിടുകയും പിന്നീട് ഞങ്ങൾക്കത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹോൾഡ് ചെയ്തുകൊണ്ടുള്ളൊരു നോട്ടീസ് അയക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഈ നോട്ടീസ് അയച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പിന്നീട് അദ്ദേഹം സ്വയം വിലയിരുത്തട്ടെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ത് തന്നെ ആയി കഴിഞ്ഞാലും എതിർക്കപ്പെടേണ്ട ഒരു എലമെൻ്റ് ഉണ്ടോ ഇതിൽ എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സർക്കാർ ആവശ്യപ്പെടുന്നത്. ഒന്ന്, കേരള സ്റ്റേറ്റിൻ്റെ സിലബസിനെ തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. രണ്ട്, സ്കൂൾ ലിസ്റ്റ് തയ്യാറാക്കുന്നത് സ്റ്റേറ്റ് ആയിരിക്കണം. യഥാർത്ഥത്തിൽ ഇവരെന്താണ് ഈ പറയുന്നത്? എനിക്ക് ഈ ഒരു പത്രസമ്മേളനത്തിൽ ഈ ഒരു വാദം കണ്ടപ്പോൾ നമ്മുടെ മാടമ്പി സിനിമയുടെ അവസാന ഘട്ടത്തിൽ ഒരു ക്ലൈമാക്സ് സീനിൽ കോർട്ടിൽ വന്നിട്ട് സ്വന്തം സ്വത്തിന് വേണ്ടിയിട്ട് സ്വയം കേസ് കൊടുക്കുന്ന ആ മാടമ്പിയിലെ മോഹൻലാലിൻ്റെ അനിയൻ്റെ ഒരു ക്യാരക്ടറിനാണ് എനിക്ക് ഓർമ്മ വന്നത്. അവരുടെ സ്വന്തം കയ്യിലുള്ള ഒരു അവകാശം വീണ്ടും ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. PM ശ്രീയുടെ ലോ പ്രകാരം തന്നെ അല്ലെങ്കിൽ അവരുടെ പോളിസി പ്രകാരം തന്നെ യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന് തന്നെയാണ് സ്റ്റേറ്റിൻ്റെ സിലബസ് തയ്യാറാക്കാനുള്ള അവകാശമുള്ളത്. എന്നാൽ അതിലെന്തെങ്കിലും ഡയറക്ഷൻസ് നൽകാനുള്ള തീർച്ചയായിട്ടും പ്രൊവിഷൻസ് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രലിൽ ആ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അതോറിറ്റിക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേപോലെ പരിപൂർണമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് സ്റ്റേറ്റിലെ സ്കൂൾസിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഓൾറെഡി ഓക്കെ ആയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു നാടകം നടത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല. വൈശാഖ്, ഇപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുഗൾമാരുടെ ചരിത്രം, ബാബറി മസ്ജിദിൻ്റെ ചരിത്രം, ഗാന്ധി വധം, അതുപോലെ തന്നെ ഗുജറാത്ത് കലാപം, ഇതുമായി ബന്ധപ്പെട്ട് BJP അല്ലെങ്കിൽ നമ്മളുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒഴിവാക്കിയത് നമ്മൾ കണ്ടതാണ്. അതായത് ഒരു സാഫ്രണൈസേഷന്റെ ഭാഗമാണ്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്സ് NTAകളിൽ അവരുടെ ഭാഗത്തോട്ട് അങ്ങ് മാറ്റിയെടുക്കുകയാണ്, കാവ്യവൽക്കരണം. ഇത് തന്നെയാണ് ഇങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അത് അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഹിന്ദി ഇമ്പോസിഷനാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത്. 3 ലാംഗ്വേജ് സിസ്റ്റം.
ഒരു കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ കയറി റെയിൽവേ ട്രാക്കിൽ കയറി കിടന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തൊരു നേതാവ് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മറ്റേ മുത്തുവേൽ കരുണാനിധി എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു. അന്ന് അത്രയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് അങ്ങേര്. അപ്പൊ ഇന്നത്തെ ജനത എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്ത് അവർ കാണിക്കും. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഭൂതകാലത്തിൽ വരുത്തുന്ന മാറ്റങ്ങളായിരിക്കും ഭാവിയിൽ വരുത്തുന്ന മാറ്റങ്ങളിലേക്ക് മെയിൻ ആയിട്ടുള്ള ലീഡ് എന്ന് പറയുന്നത്. ഭൂതകാലം, അതായത് പാസ്റ്റിൽ എത്രത്തോളം മാറ്റം വരുത്തുന്നോ ബേസ്ഡ് ഓൺ ദാറ്റ് ദേ ക്യാൻ ഡിസൈഡ് ദ ഫ്യൂച്ചർ. 2020 അവർ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. BJP അല്ലെങ്കിൽ NDA സർക്കാർ 2020 ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അവർ ലോങ് ടേം ഭരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എടുത്തു വേണ്ട ഒരു കാര്യമാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എത്ര പേര് മരിച്ചു. 2016 ആരംഭിക്കുന്നത്. ഇവരുടെ സ്കീമാണിത്, ഇവർ മുന്നോട്ട് വെച്ച ആശയമാണ്. ആ ആശയവുമായി നടന്നിട്ട് എത്ര പേര് മരിച്ചു, എത്ര പേർക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഇന്നാണ് അതിൻ്റെ റീ എക്സാം നടന്നത്. ആ എക്സാം എങ്ങനെ നടന്നത്? എയർഫോഴ്സിൻ്റെ സഹായത്തോടുകൂടി അത്രയും ഹൈ സെക്യൂരിറ്റിയോട് കൂടിയിട്ടാണ് പേപ്പേഴ്സും മറ്റു സ്ഥലത്തോട്ട് മാറ്റിയത്. പിന്നെ ആൾക്കാരെ അത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് താമസിച്ചത്, ഒരു ഇന്റർനെറ്റ് ഇല്ലാതെ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാതെ. ഇതൊക്കെ അവർക്ക് മുമ്പ് ചെയ്യാമായിരുന്നു. ഇത്രയും ആൾക്കാർ ബലിയാടായതിനു ശേഷം, ഇത്രയും ആൾക്കാർ മരണപ്പെട്ടതിന് ശേഷം വേണോ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ? അല്ല, ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് വഴി തെറ്റി പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നീ ഇപ്പോൾ പറഞ്ഞു വന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വന്നിട്ടുള്ള ഒരു അഴിമതിയാണ്. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള. എന്തായാലും ആ വിഷയത്തിലേക്ക് വരാം. PM ശ്രീയിലേക്ക് തന്നെ തിരിച്ചു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2022 വന്നിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏകദേശം 15,000-ൽ താഴെ വരുന്ന സ്കൂളുകളുടെ സമഗ്രമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഒരു 5 വർഷം കൊണ്ട് നടപ്പിലാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഏകദേശം 30,000 രൂപയുടെ താഴെയായിട്ട് ഉള്ളൊരു ഫണ്ടും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്കൂളുകൾക്കും ഒരു നിശ്ചിത രീതിയിലുള്ളതാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. യെസ്, അത്ര അതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവാം. എന്തായാലും ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ്, ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ആ സ്കൂളിൽ ലാബ് ആയിക്കോട്ടെ, മറ്റ് ടെക്നിക്കൽ കാര്യങ്ങളായിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നതിനെ റെസിസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ്. പിന്നെ സ്റ്റേറ്റിന് ഇപ്പോഴും സ്വന്തം സിലബസ് സ്വന്തം ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പ്രൊവിഷൻസും നിലനിൽക്കുമ്പോഴും ഒരു രീതിയിലും PM ശ്രീയിൽ ഡയറക്റ്റ്ലി സ്റ്റേറ്റിൻ്റെ സിലബസിൻ്റെ മുകളിൽ സെൻട്രലിന് ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, പാർഷ്യലി ചില സജഷൻസുകൾ ഉണ്ടാവാം, എന്നാൽ പോലും ഒരു കോറായിട്ടുള്ള ഏരിയയിൽ ഇടപെടാൻ സാധിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് PM ശ്രീ പോലെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ എതിർക്കുന്നു എന്ന് ഈ രാഷ്ട്രീയ കക്ഷികൾ പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഷോ ഓഫ് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് താങ്കൾക്ക് തോന്നിയേക്കാം, അനൂപിന് തോന്നിയേക്കാം. പക്ഷെ എനിക്കങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല. BJP പോലെ കേന്ദ്രം ഭരിക്കുന്ന അത്രയും കണ്ണിങ് ആയിട്ടുള്ള പാർട്ടി, എന്നോ എവിടെയോ ഏതോ ഒരു അവസ്ഥയിൽ കിടന്നിരുന്ന പാർട്ടി ഇന്ന് കണ്ടിന്യൂസ്ലി ഫോർ 3 സക്സസ്ഫുൾ ടേംസാണ് രാജ്യം ഭരിക്കുന്നത്. ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിമാരുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി എന്നുള്ള പേര് ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് നരേന്ദ്രമോദിയിലേക്ക് എത്തി. അത്രയും ടാക്ടിക്കലായിട്ട് അത്രയും കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി ഇത്രയും നിഷ്കളങ്കമായി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുമെന്ന് അനൂപ് പറഞ്ഞാൽ എനിക്കത് അതേ വേവ് ലെങ്ത്തിൽ ഞാനും അത് അംഗീകരിക്കുന്നില്ല. വൈശാഖ നിഷ്കളങ്കമായിട്ടാണ് BJP ഇത് ചെയ്തത് എന്നുള്ളതോ അല്ലെങ്കിൽ അവർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നതെന്നുള്ളതൊന്നല്ല. നിഷ്കളങ്കമായിട്ട് ഏത് സർക്കാരാണ്? അവരുടെ പോളിസികൾ എല്ലാം അവർക്ക് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ പൊളിറ്റിക്കൽ താല്പര്യങ്ങളെക്കാളും അതിനൊരു മെറിറ്റ് സൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതല്ലേ കൺസിഡർ ചെയ്യേണ്ടത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കണ്ണടച്ചിട്ട് അങ്ങോട്ട് ആക്ഷേപിക്കുക, അങ്ങനെയല്ല. അതിൻ്റെ ഡീമെറിറ്റായ സൈഡുകൾ ഏതാണെന്നുള്ളത് സ്പെസിഫിക്കലി പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് അതിനെ എതിർക്കാം. അല്ലാതെ അടച്ച് അതിനെ ആക്ഷേപിക്കാനും ഞങ്ങളിത് ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര ധൈര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തമിഴ്നാടിനെ പോലെ സ്വയം ലീഗൽ ബാറ്റിൽ എടുത്തിട്ട് അവരതിനെ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണമായിരുന്നു. അല്ലാതെ പോയിട്ട് ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണതോ, അല്ലാതെ ഇവിടെ വന്നിട്ട് ഓൾറെഡി ഉള്ള പ്രൊവിഷൻസ് ഞങ്ങൾക്ക് വീണ്ടും തരണം എന്ന് പറഞ്ഞിട്ട് നാടകം കളിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് 2 കേസാണ്. ഇപ്പോൾ നല്ലത് ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തുകൂടെ? ലോകത്തിലെ ഏറ്റവും വലിയ
കള്ളക്കടത്താൽ ഒരാളാണ് പാബ്ലോ എസ്കോബാർ എന്നുള്ള വ്യക്തിനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ലോകത്തെ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ചാരിറ്റി ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം ചെയ്ത കള്ളക്കടത്തിനോ അദ്ദേഹം ചെയ്ത തെറ്റിനോ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. മനസ്സിലായി? ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കും, ആ തെറ്റ് മാറ്റുക തന്നെ വേണം. ഇനി അടുത്ത ചോദ്യം ചോദിച്ചത്, എന്തുകൊണ്ട് തമിഴ്നാട് ചെയ്തതുപോലെ കോടതിയിലോട്ട് പോയില്ല? തമിഴ്നാടിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്. കേരളത്തിന് അതിന് മാത്രമുള്ള ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ല, നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ആ ഫണ്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഉദ്ദേശം. തമിഴ്നാട്ടിന് അത്രയധികം ഇൻഡസ്ട്രിയിലുള്ള സംസ്ഥാനമായതുകൊണ്ട് തന്നെ അത് ചെയ്യാം, കോടതിയിലേക്ക് പോവാം, അതുമായി മുന്നോട്ട് പോകാം. കുറച്ച് വൈകിട്ടായാലും ഫണ്ട് കിട്ടിയവർക്ക് മതി. ഇനി 2027 വരെയാണ് ഈ ഫണ്ടിന്റെ കാലാവധി എന്ന് പറയുന്നത്. 2027 ശേഷം ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളിൽ ഒരു സ്മാർട്ട് ബോർഡ് പണിതിട്ടുണ്ട്. ആ സ്മാർട്ട് ബോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉത്തരവാദിത്തം കേരള സർക്കാരിനാണ്. AC വെച്ചിട്ടുണ്ട്, സംതിങ് എൽസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരിനാണ്. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും തുടങ്ങിയ പോയിന്റ് എവിടുന്ന യു ടേൺ അടിച്ചോ എന്നുള്ളത്. ഇപ്പോഴും അറബിക്കടലിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ പിള്ളേർ, KM ഷാജി വലിച്ചേർന്ന PSC സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. അന്നൊരു നിലപാട് പറഞ്ഞു, നിലപാടാണ് ഒരു കാര്യം, പ്രൊട്ടസ്റ്റ് അല്ല, അത് നിലപാടാണ് അവർ പറഞ്ഞത്. ആ നിലപാട് NTL വിധിച്ചു, കോൺഗ്രസ് വെച്ച് എല്ലാ സംസ്ഥാനങ്ങളും വിധിച്ചു. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു കാലത്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അവര് ഇത് തന്നെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് ഏകദേശം ധാരണ ഉണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണ്. നിലപാടിൽ നിന്ന് യൂട്ടേൺ അടിച്ചു എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. അതിനെ ചില ക്ലറിക്കൽ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇത്തരത്തിലൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വലിയ അർത്ഥമൊന്നുമില്ല.